ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഓഷോ പറഞ്ഞ കഥകൾ. അതിൽ നിന്നും ഒരു കഥയാണ്. ഓഷോ വളരെ പ്രശസ്തനാണ്. അദ്ദേഹം മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുവാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അദ്ദേഹം ശ്രമിക്കാറുള്ളത് അധികവും ശിഷ്യന്മാർ ചോദിക്കുന്ന ചെറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ്. ശിഷ്യന്മാരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു ശിഷ്യൻ ഓഷോയോട് ചോദിച്ചു, ഗുരു, യഹൂദന്മാർ വളരെ ചെറിയൊരു സമൂഹമാണ്. എന്നാൽ അവരിൽ നിന്നുമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള പ്രമുഖ ശാസ്ത്രജ്ഞന്മാരും കാറൽ മാർക്സ് പോലെയുള്ള വലിയ ചിന്തകന്മാരും ഉയർന്നു വന്നിട്ടുള്ളത്. അറബികളുമായിട്ടുള്ള വലിയ യുദ്ധങ്ങളിൽ ജയിച്ചത് ഈ ചെറിയ സമൂഹമാണ്. അതിന് കാരണം എന്താണ്? നടന്ന ഒരു സംഭവം ഞാൻ പറയാം. അമേരിക്കയിലെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ഞാൻ പങ്കെടുത്ത ഒരു സമ്മേളനം. വിവിധ രാജ്യങ്ങളുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ ആയിരുന്നു അത്. ക്രിസ്ത്യൻ സഭയാണ് ആ സ്കൂൾ നടത്തിയിരുന്നത്. സമ്മേളനത്തിൽ വെച്ച് ആ സ്കൂളിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ഓരോ കുട്ടിയെയും സമ്മാനം നൽകുന്നതിന് വേണ്ടി വിളിക്കുമ്പോൾ അവരുടെ കഴിവിനെ കുറിച്ച് ടീച്ചർമാർ ഒരു ചെറിയ വിശദീകരണം നൽകിയിരുന്നു. അവസാനമായി വിളിച്ചത് മോറൽ സയൻസിന് സമ്മാനം ലഭിച്ച വിദ്യാർത്ഥിയായിരുന്നു. ജൂഡ് എന്നാണ് ആ കുട്ടിയുടെ പേര്. യഹൂദ ബാലനായിരുന്നു അവൻ. അവരുടെ കഴിവുകളെക്കുറിച്ച് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു. 12 വിദ്യാർത്ഥികളാണ് ഓറൽ സയൻസിൻ്റെ ഫൈനൽ റൗണ്ടിൽ എത്തിയത്. 25 ചോദ്യങ്ങളാണ് ആകെ ഫൈനൽ റൗണ്ടിൽ ഉണ്ടായിരുന്നത്. 2 വീതം പോയിന്റ് നേടി 12 കുട്ടികളും എത്തിയത് സമനിലയിലാണ്. അവസാനമായി 25ാമത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്നവൻ വിജയിക്കും. ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ആരെയാണ്? എബ്രഹാം ലിങ്കൻ, മുഹമ്മദ് നബി, ഗാന്ധിജി, വിവേകാനന്ദൻ, എൻ്റെ മാതാവ്, എൻ്റെ പിതാവ്. കുട്ടികൾ ഓരോരുത്തരായി എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു. അവസാനത്തെ കുഴം വന്നത് ജൂഡിൻ്റെതാണ്. അവൻ പറഞ്ഞു, ദൈവപുത്രനായ യേശുക്രിസ്തു. യഹൂദനായ അവൻ യേശുക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കുന്നു. യേശുക്രിസ്തുവിനെയാണ് അവൻ ഏറ്റവും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അവൻ പറഞ്ഞു. അവസാനത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം പറഞ്ഞ ജൂഡ് വിജയിയായി പ്രഖ്യാപിച്ചു. ജൂഡ് സമ്മാനമേറ്റ് വാങ്ങാൻ വരുമ്പോൾ സദസ്സിൽ നിന്ന് ഇതുവരെ ആർക്കും ലഭിക്കാത്ത അത്ര നിലയ്ക്കാത്ത കൈയടി. എനിക്കെന്തോ വല്ലാത്ത പന്തികേട് തോന്നി. എനിക്ക് അറിയാവുന്ന ജൂതന്മാരാരും തന്നെ യേശുവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുന്നവരും ചെയ്യുന്നവരല്ല. യേശുവിനെ കുരിശിൽ തറച്ചത് അവരാണ്. യേശുക്രിസ്തു വീണ്ടും അവതരിച്ചാൽ അവർ അതുതന്നെ വീണ്ടും ചെയ്യും. ഞാൻ കുട്ടിയെ മാറ്റിക്കൊണ്ടുപോയി മാറ്റി നിർത്തി ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉത്തരം പറഞ്ഞത്? അവൻ പുഞ്ചിരിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് യഹോവയെയും മോശയെയുമാണ്. ഏറ്റവും